അന്റാർട്ടിക്കയിൽ കാണുന്ന നമ്മുടെ കൊഞ്ചു വർഗത്തിൽപ്പെട്ട മറ്റൊരു ഓർഡറിലുള്ള ജീവിയാണ് ക്രില്ലുകൾ. ചെറിയ കൊഞ്ചുകളുടെ അതേ രൂപസാദൃശ്യമാണ് ഇവയ്ക്ക്. പ്ലവകങ്ങൾ ഭക്ഷിച്ച് ക്രില്ലുകൾ അവയുടെ ഏകവർഷ ജീവിതചക്രം പൂർത്തിയാക്കുന്നു. എവിടെയൊക്കെ ക്രില്ലുകൾ സമൃദ്ധമായി വളരുന്നു അവിടെയൊക്കെ ക്രില്ലുകളെ ഭക്ഷിച്ച് വളരുന്ന പെൻഗ്വിനുകൾ, സീലുകൾ, വൻ തിമിംഗലങ്ങൾ എന്നീ സസ്തനികളും പെരുകുന്നു. അങ്ങനെ അന്റാർട്ടിക്കയിലെ ഐസ് ലവണജല മേഖല മുഴുവൻ അവിടുത്തെ സവിശേഷ ജീവജാതികളെ സംരക്ഷിച്ച് നിർത്തുന്നു. അന്റാർട്ടിക്കയിലെ അഗാധമായ ഹിമഭൂമികളിൽ ജൈവ സാന്നിധ്യമെങ്കിലും ഐസ് ജല സമ്മിശ്ര ഭാഗങ്ങൾ ജൈവസമ്പുഷ്ടമാണ്. ക്രില്ലുകളുടെ സംഖ്യ 1976 ശേഷം അതിനു മുമ്പേ 1939 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഏകദേശം 40% കുറഞ്ഞതായി ശാസ്ത്രജ്ഞന്മാർ കണ്ടിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ആഗോളതാപനത്തിൻ്റെ ഫലമായി ഐസ് ജല പൊതു ഇടങ്ങൾ 20% വീണ്ടും കുറയുന്നു. തൽഫലമായി കിൽ സംഖ്യ വൻതോതിൽ കുറഞ്ഞു വരികയും ചെയ്യുകയാണ്. ഇത് അന്റാർട്ടിക്ക സമുദ്രജല ജൈവസമ്പത്ത് ക്ഷയിപ്പിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നു. ഇത് അന്റാർട്ടിക്കയിലെ മറ്റ് ജന്തുജാലങ്ങളെയും ബാധിക്കുന്നതായി ടിഫ് ലെനറി എന്ന ശാസ്ത്രജ്ഞൻ അയാളുടെ പുസ്തകത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. എംപറൽ പെൻഗ്വിൻ സംഖ്യ 30 വർഷത്തിനു മുമ്പുള്ളതിൽ പകുതിയായും അഡേലി പെൻഗ്വിൻ സംഖ്യ 70% കുറഞ്ഞതായി കണ്ടിരിക്കുന്നു.